എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ക്രിസ്മസ് പ്ലം കേക്ക് ആണ്. അപ്പൊ സാധാരണ നമ്മൾ പ്ലം കേക്ക് ചെയ്തെടുക്കാറ് ആൽക്കഹോൾ ഒക്കെ ചേർത്തിട്ടാണ്. എന്നാൽ ഇതിന് ഈ ഒരു കേക്കിൽ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. എന്നാൽ അതേ ഒരു ടേസ്റ്റോട് കൂടി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സാധാരണ നമ്മൾ ചെയ്തതുപോലെ ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഈ ഒരു ആൽക്കഹോൾ ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി ഒരു കളറിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ മിക്സ് ആയിട്ടുള്ള കളറിൽ വരുന്ന എന്തായാലും എടുക്കാം കേട്ടോ. അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത്, പിന്നെ കുറച്ച് ഓറഞ്ചിന്റെ തൊലി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അതിന്റെ വെള്ള കളറില്ലാതെ പുറമേ ഭാഗം നൈസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക. വെള്ള കളർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കയ്പ് ടേസ്റ്റ് വരും, ഒരു ചവർപ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മുന്തിരിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ്, അതായത് ഈത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി ഇതേ മറ്റൊരു പാനിൽ കറക്റ്റ് 1/4 കപ്പോളം വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന്റെ വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ആയിരിക്കണം. അതായത് കറക്റ്റ് 1/4 കപ്പോളം അളവിൽ നമുക്കൊരു പാനിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂണോളം വരുന്ന മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും. അതിപ്പോൾ കറക്റ്റ് 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ജാമിന്റെ കട്ടകളൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രത്തോളം നന്നായിട്ട് ഉടച്ചെടുക്കുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ജാമൊക്കെ നന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് അലിഞ്ഞു ചേർന്നോളും. പിന്നെ തീ എന്ന് പറയുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു മിക്സ് അത്യാവശ്യം ഒന്ന് കുറുകി ഇതേ കറക്റ്റ് ഈ ഒരു രീതിയിൽ ആയി കിട്ടണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കുറുക്കി പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ആയി കിട്ടുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മിക്സിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് ഒരുപാട് കുറുകി പോകാൻ പാടില്ല. കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സോക്ക് ആയി കിട്ടുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഈ ഒരു ഓറഞ്ച് ജ്യൂസിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അത്യാവശ്യം ഒന്ന് തിളച്ചിതേ കറക്റ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന ആ ഒരു പരിപാടിയൊക്കെ നമ്മൾ തലേന്നൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാനിത് തലേന്നാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഇത് കറക്റ്റ് 3 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാര നമുക്കൊരു പാനിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പഞ്ചസാര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഉരുക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തീ എന്ന് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തോളാം. എന്നിട്ട് ഇത് കറക്റ്റ് ഈ ഒരു കളറിലായി കിട്ടണം നമുക്ക്. എങ്കിലും നമ്മുടെ കേക്കിന് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പഞ്ചസാര ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാരമൽ സിറപ്പിന് പ്രത്യേക ഒരു ചവർപ്പ് ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പഞ്ചസാര ഈ ഒരു രീതിയിലൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് ഇത് ഈ ഒരു രീതിയിലും കറക്റ്റ് ഈ ഒരു കളറിലൊക്കെ ആവുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ടൊക്കെ തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കറക്റ്റ് 3 ടേബിൾ സ്പൂണോളം വരുന്ന നല്ല ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലുള്ള ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് തീ പതുക്കി അങ്ങ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറി വരണം. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ആദ്യമേ അങ്ങ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ കേക്കിന്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഈ ഒരു കാരമൽ സിറപ്പ് നന്നായിട്ട് അങ്ങോട്ട് ചൂടാറിക്കളും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം.
ഇനി മറ്റൊരു പാത്രത്തിന്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഈ അരിപ്പയിലോട്ട് കറക്റ്റ് 1 കപ്പോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ മൈദ എന്ന് പറയുമ്പോൾ 250 ml കപ്പില് കറക്റ്റ് 1 കപ്പോളം വരുന്ന മൈദ നമുക്ക് മുഴുവനായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ കേക്കിന്റെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ ഒരു 2-3 തവണയൊക്കെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഞാനൊരു 3 തവണ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരിച്ചെടുക്കാണ്. ഇനി ഇതേ ഒരു മിക്സിയുടെ ജാറിലോട്ട് 3/4 കപ്പോളം അളവില് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാര നമുക്കിവിടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പൊ അതിനായിട്ട് ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലോട്ട് 3/4 കപ്പോളം അളവില് പഞ്ചസാര നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പഞ്ചസാരയുടെ കൂടെ ഇതേ ചെറിയൊരു പീസ് പട്ടയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പട്ട ചേർക്കുന്ന സമയത്ത് ഒരുപാട് അളവ് കൂടി പോകാൻ പാടില്ല. കറക്റ്റ് ഇത് ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ ഇത് ഒരു ഏലക്കായ, ഈ ഒരു വലിപ്പത്തിലുള്ള ഏലക്കായ മാത്രം മതി കേട്ടോ. ഈ ഒരു ചേർത്ത് കൊടുക്കുന്ന സ്പൈസസിന്റെ അളവ് കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലം കേക്കിന് വല്ലാത്ത ഒരു സ്പൈസസിന്റെ ആ ഒരു കുത്തലുണ്ടാവും. അതുകൊണ്ട് അതിന്റെ അളവ് കൂടി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു ഏലക്കായ, അതേപോലെ ഇനി ഇതിൽ ഒരു ചെറിയൊരു പീസ് ജാതിപത്രിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടെടുക്കാം. ഇനി ഇതേ മറ്റൊരു പാത്രത്തിൽ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന പാത്രം ആയിരിക്കണം കേട്ടോ. ഇതിലോട്ട് അധികം തണുപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ഇതുപോലെ നമുക്ക് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയുടെ മണം നന്നായിട്ടൊന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു വാനില എസൻസും മുട്ടയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇതുപോലെ വാനില എസൻസ് ചേർത്തിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഒട്ടും തന്നെ ആ ഒരു മുട്ടയുടെ മണോ ആ ഒരു ഫ്ലേവറോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് വാനില എസൻസ് ചേർത്തിട്ട് തന്നെ നമ്മൾ മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതുപോലെ ബീറ്റർ ഇല്ലാത്തവര് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ മതി. ഈ ഒരു സ്റ്റെപ്പ് തന്നെ ചെയ്യാം, പക്ഷെ അത് മിക്സിയുടെ ജാറിൽ ചെയ്യട്ടോ. ബീറ്റർ ഇല്ലാത്തവരാണേ. എന്നിട്ട് നന്നായിട്ട് മുട്ട ഇതുപോലെ അങ്ങോട്ട് പതപ്പിച്ചിട്ട് എടുക്കാം. നന്നായിട്ട് മുട്ട ഇതുപോലെ അങ്ങോട്ട് പതഞ്ഞ് വന്നെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കാതെ 2 ട്രിപ്പായിട്ട് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പതപ്പിച്ചിട്ടെടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് അടിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. കറക്റ്റ് ആയിട്ട് ആ ഒരു മുട്ടയിൽ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അങ്ങോട്ട് അലിഞ്ഞു ചേരണം. എങ്കിലും നമ്മുടെ കേക്കിന് നല്ലൊരു മധുരം ഉണ്ടാകും കേട്ടോ. ഇനി ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബൂസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് ഒന്നും കൂടി നമുക്ക് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇന്നലെ സോക്ക് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഓറഞ്ച് ജ്യൂസിൽ അങ്ങോട്ട് നന്നായിട്ട് സോക്കായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പൊ എങ്കിലും നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അപ്പൊ തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ 1 ടീസ്പൂൺ അളവിൽ മൈദ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഡയറക്റ്റ് ആയിട്ട് കേക്കിന്റെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒരുപോലെ അടിയിൽ അങ്ങോട്ട് അടിഞ്ഞു കൂടിയിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കാതെ കുറച്ചായിട്ട് മൈദയുടെ മിക്സ് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ ആ ഒരു ഷുഗർ കാരമലും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ഏറ്റവും ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഒരുപാട് തവണ ഇട്ട് കറക്കി എടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മാത്രം.
ഇനി ഇതിലോട്ട് അവസാനമായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഓയിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് തവണ ബലം കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല. ഒരൊറ്റ മിക്സ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഏറ്റവും ലോ സ്പീഡിൽ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇതേ പ്ലം കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ കേക്കിന്റെ ബാറ്റർ പോലെയല്ല, ഒരുപാട് അങ്ങോട്ട് ലൂസ് ആയി പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു കേക്ക് ടിന്നിലാണ് നമ്മൾ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കേക്ക് ടിന്നിന്റെ അടിയിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓയിൽ നന്നായിട്ടൊന്ന് തൂത്തിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് കേക്ക് ബാറ്റർ നമുക്ക് ഈ ഒരു ടിന്നിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ആയി കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കുക. അതിന്റെ മുകളിലോട്ടായിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ നമുക്ക് ഈ ഒരു കേക്ക് ടിന് ഇതിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു കേക്ക് ടിന് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവിയിൽ ആ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ ഇതുപോലുള്ള ഒരു വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഇതിന്റെ മുകളിലോട്ടായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബേക്ക് ആയി കിട്ടും. ഇനി ഈ ഒരു ഇഡ്ഡലി ചെമ്പിന്റെ അടപ്പിട്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 3/4 മണിക്കൂർ എടുക്കാം കേട്ടോ. പ്ലം കേക്ക് വേവാനായിട്ട് ഇത്തിരി ഒന്ന് സമയം എടുക്കും. അതുകൊണ്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 3/4 മണിക്കൂർ. അപ്പോഴത്തേക്ക് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ അടുത്ത ദിവസം ആയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി നമ്മൾ ആ ഒരു പ്ലം കേക്ക് ഒക്കെ അടുത്ത ദിവസം കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോഴത്തെ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.